വീട്ടിൽ പോയിട്ട് അമ്മ എന്ത് പറഞ്ഞു? പക്ഷെ അമ്മച്ച് ഒരിക്കലും വിചാരിച്ചു കാണില്ലായിരിക്കും 2 വർഷം എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് 1 മാസത്തെ ജോലിക്ക് 1000 രൂപ മതി, എനിക്ക് യാത്ര ചെയ്യണം. അങ്ങനെ പറഞ്ഞ ഓരോരുത്തർ ജോലി ചോദിച്ചാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഒരു നേരത്തിനുള്ള ആഹാരത്തിന്റെ വില മനസ്സിലാക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ തള്ളമാരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും പ്ലേറ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അന്ന് വില പിടിക്കാൻ ചോദിക്കും. മാർഗമല്ല, ലക്ഷ്യമാണ് വലുത്. മാർഗം നമുക്ക് എങ്ങനെയും സെലക്ട് ചെയ്യാം. എന്നെ ക്ലാസ്സിലേക്ക് കയറ്റുമ്പോൾ ടീച്ചർമാരോട് ഫ്രണ്ടിൽ നിൽക്കും, കൈകൊണ്ട് കയറ്റണം, അല്ലെങ്കിൽ ആ വിട്ടുപോയി പിന്നെ മിസ്സിങ് ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയ ഞാൻ ഗോൾ അടിക്കും. ഇപ്പൊ നിങ്ങളൊരു റെക്കോർഡ് ഇട്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ്? നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നോർമലായിട്ട് എല്ലാവരും അവിടെ ഒരു കഫേ ഉണ്ട് ചായ കുടിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, അവരവിടുത്തെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുത്ത് കൈ തന്നിട്ട് നമ്മുടെ ഡേറ്റും കാര്യങ്ങളായിട്ട് എഴുതിയെടുക്കാം. എല്ലാവർക്കും നോർമലായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് 100 രൂപയേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഇതിൽ ടാസ്ക് എന്ന് പറയുന്നത് അവിടെ ചെല്ലണം നമ്മള്. അവിടെ നിന്ന് വെച്ചാൽ ഞങ്ങൾ നടന്നു പോയപ്പോൾ ഞങ്ങൾ എന്തൊക്കെ അനുഭവിച്ചു ഞങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവില്ല, അവനെ എക്സ്പീരിയൻസ് കിട്ടത്തില്ല. പക്ഷെ ആ നേരത്ത് ഒരു ബൈക്കായിട്ട് പോയാലും മതി അവിടെ. പക്ഷെ ആ ബൈക്ക് ഓടിക്കുന്നതിനെ കഷ്ടപ്പെടാൻ അവിടെ അറിയുള്ളൂ. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, ആ വണ്ടിയുടെ പ്രശ്നങ്ങൾ. നടന്നപ്പോ നമുക്ക് കിട്ടിയ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ഞാൻ നമ്മുടെ പ്രശ്നം. പക്ഷെ ബൈക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ബൈക്കിന് ബ്രേക്ക് ഷൂ, ചെയിന്, ഓരോ സ്ഥലത്തെ മറ്റേ ഹമ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ബൈക്കറിന് അവിടെ എത്തുന്നത്. പക്ഷെ എന്നാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി കൂടുതൽ. ഏറ്റവും ഡേഞ്ചറസ് കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുക എന്നതിന് തന്നെ. നടന്നു കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി അയ്യോ എന്ന് വിളിച്ചാൽ നാട്ടുകാരും ഇല്ല അവിടെ നോക്കിയാൽ. ബൈക്കല്ല, ബൈക്ക് കൈ കൊടുത്ത് കയറിപ്പോ. ഈ പട്ടി വന്നത് നമ്മൾ ഓടിയ വഴിയാണ് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു ബാഗ് മിസ്സിങ് അവിടെ. ഓടണ്ടേ, ഈ സാധനം അടുത്തൊന്ന് ഓടണ്ടേ. ഞാൻ പട്ടിന്ന് വെച്ചാൽ വിളിച്ചു വരുത്തിയ സാധനം വെച്ചാൽ വാലിനൊക്കെ അന്വയെ നീട്ടും, വാലിനൊക്കെ അങ്ങേ നീറ്റുണ്ട്. പട്ടിയുടെ വാല് നമുക്ക് കണ്ടറിയാം. ഇത് വാല് ഞാൻ കണ്ടില്ല, വാലിങ്ങനെ നിലത്ത് ഒഴിഞ്ഞു വന്നിരിക്കുന്നത്. വാല് നീട്ടും, അങ്ങ് നീട്ടും. പിന്നെ കത്തിയ വല്ലപ്പാടാ വന്നത്. ഭാഗ്യം കടുത്തോണ്ട് പോയത്, രണ്ടും മെലിഞ്ഞതായതുകൊണ്ടേ വിചാരിച്ചു കാണണം, ഒന്നുമില്ല, എന്ത് ചെയ്യാൻ കൊണ്ടുപോയിട്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ട. ഈ നടക്കുമ്പോ ഈ ചെങ്കുത്തായ ചെരിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ മലയിടുക്കി എന്നൊക്കെ താഴെ വീഴാനുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെ പറയില്ലേ ഒരുപാട്. അവിടെയൊക്കെ എങ്ങനെയാണ്? അവിടെയൊക്കെ എന്ന് പറയാത്ത ഞങ്ങൾ കണ്ട റോഡ് ഒറ്റ റോഡത്. ആ റോഡ് എന്ന് വെച്ചാൽ ഒരു ബസ്സിങ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു ബസ്സിന് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ റോഡ് 2 വണ്ടികൾക്ക് ഒരുമിച്ച് അടുപ്പിച്ച് പോകാൻ പറ്റത്തില്ല. ഞങ്ങളെന്ന് പറയാത്ത ഒരു കാരണം റൈറ്റ് സൈഡ് പിടിക്കത്തില്ല, എപ്പോഴും ലെഫ്റ്റ് സൈഡ് പിടിച്ച് മല കയറി നടക്കും. എന്നുവെച്ചാൽ റോഡാണെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് താഴത്തേക്ക് ഒക്കെ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് മല സൈഡ് ചരിവ് ചരിവ് പിടിച്ചു. അവിടെ കൂടെ വണ്ടി പോണേ പോട്ടെ, അത് ഞങ്ങൾ നോക്കത്തില്ല, ഞങ്ങൾ ആ ചരിവ് പിടിച്ചു. എന്നുവെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ മണ്ണിടിച്ച് നേരത്തെ താഴത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, മേളിൽ മണ്ണിടിച്ച് കാണാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല, ഈ റൈറ്റ് സൈഡ് നടന്നു കഴിഞ്ഞാൽ മണ്ണ് വരാത്ത നമ്മൾ ഒന്നിൽ അപ്പുറത്തേക്ക് ചാടുക, അല്ലെങ്കിൽ ഓടുക. ഓടിക്കഴിഞ്ഞാലും കൊണ്ടുപോകും നമ്മളെ. മറ്റേത് അങ്ങനെയല്ല, മറ്റേ മണ്ണ് ഇങ്ങനെ താഴത്തേക്ക് ഇടിഞ്ഞൊരു ഒന്നില്ല റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ നമ്മൾ കയറി മാറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അതെന്റെ അനുഭവത്തിലേക്ക് ഉണ്ടായതാ, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. മറ്റുള്ള കേൾക്കാത്തൊരു പൊട്ടത്തരമായിരിക്കും, പക്ഷെ അനുഭവം കൊണ്ട് പറയുക നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അച്ചു സംസാരിക്കുന്നിടയിൽ പറഞ്ഞു, 2-3 തവണ പറഞ്ഞു ഞാൻ 5-6 ട്രിപ്പ് പോയിട്ടുണ്ട്. ഓക്കെ, അച്ചു ആദ്യം പോകുന്ന ഒരു വീഡിയോ അച്ചുവിടെ വന്നപ്പോഴാണ് ഞാനൊക്കെ അത് മനസ്സിലായത് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 28 മാസമായി, 23 മാസം. അതെന്തായിരുന്നു സംഭവം ആദ്യം മുതലേ? ആദ്യത്തെ ട്രാവൽ എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് മുന്നേ ട്രാവൽ ഇറങ്ങണം. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഇറങ്ങിയത് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഇറങ്ങി കഴിഞ്ഞാലേ എന്റെ അമ്മ ഒറ്റക്കാവുന്നുള്ള ടെൻഷൻ എനിക്ക് ആദ്യം ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാൻ ചിന്തിച്ചാൽ എന്റെ ചേച്ചി, എന്റെ അളിയൻ എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനില്ലാത്ത, അപ്പൊ എന്റെ അളിയന് ഓൾറെഡി എന്റെ അമ്മേനെ ഒരു ചെറിയൊരു കെയറിങ് കൂടുതലാണ്. എന്നെ കൂടെ കൂടുതൽ കെയറിങ് ഉള്ള ഒരു വ്യക്തി എന്റെ അളിയൻ. അപ്പൊ ഞാൻ അച്ഛനും അമ്മയില്ല ഇല്ല. അപ്പൊ അതിന്റെ ആ ഒരു സേഫ്റ്റി എന്ന് വെച്ചാൽ ആ ഒരു സ്ഥാനം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ ടൈമിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ എൻ്റെ അമ്മയ്ക്ക് കടം കയറത്തുള്ളൂ. വെറുതെ പഠിപ്പിക്കാനും ഓരോ ബുക്ക് യൂണിഫോം അങ്ങനെ മേടിക്കണം, അത് ലോട്ടറി ഇട്ടിട്ട് വേണം മേടിക്കാൻ. എത്രാം വയസ്സിലാണ് തുടങ്ങിയത്? ഞാനൊരു 17-18 വയസ്സിൽ, അതിന് എനിക്ക് 24 വയസ്സുണ്ട്. ആ ടൈമിൽ ചാടിയപ്പോ ചിന്തിച്ചെന്ന് വെച്ചാൽ ആ ടൈമിൽ അങ്ങനെ ചാടിയത് എന്ന് വെച്ചാൽ ആ ടൈമിലെ പറ്റത്തുള്ളൂ ട്രാവൽ ചെയ്യാൻ. എന്ന് വെച്ചാൽ 17 വയസ്സിലാണെങ്കിൽ പോലും പഠിക്കാൻ കഴിവില്ല, പിന്നെ പഠിക്കരുത്, വീട്ടുകാർ മുടിയത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ എന്റെ അറിവിനെ മനസ്സിലാക്കിയ പഠിക്കാൻ കഴിവുള്ളൂ മാത്രമേ ഈ ഭൂമിയിൽ രക്ഷപ്പെടുള്ളൂ. ഇപ്പൊ കഴിവില്ലാത്തവർ പഠിച്ച് അങ്ങനെ പഠിക്കത്തേ ഉള്ളൂ, എങ്ങനെ എത്താൻ പോകുന്നില്ല. അവരൊക്കെ ലൈഫിൽ ഏതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അതിലേ എത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കഷ്ടപ്പെടുവാണ് നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്നത് കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തും. അത് ദൈവം വിധിച്ചാൽ നമുക്ക് നമ്മുടെ തന്നെ വരും. അങ്ങനെ ഇറങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ അന്നാ ടൈമില്. പക്ഷെ ഇറങ്ങിയപ്പോ എനിക്ക് വഴി അറിയില്ല, ഭാഷ അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. കയ്യിലുള്ള സൈക്കിൾ കൊണ്ട് ഇറങ്ങി തിരിച്ചവനാണ്. പക്ഷെ ഞാൻ എന്റെ മനസ്സിലെ ഇറങ്ങി തിരിച്ച വീട്ടിൽ നിന്ന് അയ്യോ ഇറങ്ങിയെന്നെങ്കിൽ ഒരു ഓർമ്മയില്ല. 2018-17 ടൈം പെങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിയുന്ന മുന്നേ സ്റ്റാർട്ടിങ് നമ്മളൊരു വീട്ടിലേക്ക് ചടങ്ങ് വരില്ലേ, കല്യാണത്തിന് തലേന്നേ പോയോ? തലേന്നേ പോയി. അപ്പൊ അമ്മയോട് പെങ്ങളോടൊന്നും പറഞ്ഞു? കല്യാണത്തിന് ഞാനില്ല.
അതെന്താ അങ്ങനെ കഴിച്ചേ? അതെന്ന് വെച്ചാൽ ഞാൻ കല്യാണത്തിന് ഞാൻ ഉണ്ടെങ്കിൽ നടക്കില്ല എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പൊ എന്റെ ചേച്ചി എന്ന് വെച്ചാൽ നിങ്ങള് ഇപ്പൊ ചേച്ചിന്റെ കല്യാണത്തിന് ചേച്ചിയുടെ അനുഹരത്തിന് നിന്നു. നാളെ അടുത്ത പരിപാടി നടക്കുമല്ലേ, ഞാൻ അവിടെ പോയാ അവിടെ പോയിട്ട് എത്ര കിലോമീറ്റർ എനിക്ക് പോകാൻ പറ്റില്ല. എന്നെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കും വീട്ടിലേക്ക്. കാരണം 17 വയസ്സുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചേ, കല്യാണത്തിന് എന്താ നിക്കാത്തേന്ന്. അതറിയാം, അവിടെ നിന്ന് കഴിഞ്ഞാൽ പൊക്കും. എനിക്ക് അടുത്ത പിറ്റേ ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. മൈൻഡ് എന്ന് പറയാൻ നേരത്തെ തോന്നുന്ന ടൈമിൽ എടുത്ത് വെച്ച് അതാണ്. അതുകൊണ്ട് ഞാൻ അപ്പൊ വീട്ടുകാർ അന്വേഷിച്ചില്ലേ കല്യാണത്തിനൊന്ന് കാണാൻ? അറിയില്ല, എനിക്കറിയില്ല. കല്യാണം നടന്നല്ലോ അല്ലേ? കല്യാണം നടന്നു ചേച്ചി കൊച്ചക്ക്. അല്ല, വീട്ടിൽ നിന്ന് ആങ്ങളച്ചക്കനെ കാണാണ്ടാവുമ്പോ മനുഷ്യൻ നിന്ന നിപ്പിൽ മിസ്സിങ് ആവുമ്പോ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കൺഫേം കേട്ടോ. അതില് നമ്മളൊരു എന്താണ് അമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു നീറി ആയിരിക്കും നിക്കണം. പക്ഷെ ഓൾറെഡി എന്റെ അമ്മ നീറത്തില്ല. കാരണം വെച്ചാൽ എന്റെ ചെറിയ പ്രായം തൊട്ട് എന്നെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ ഇറങ്ങി പോകും. സ്കൂളിൽ നിന്നൊക്കെ ഞാൻ ഫസ്റ്റ് യാത്ര 5ാം ക്ലാസ്സിൽ പഠിക്കാൻ എന്നെ ഇവിടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഒരു പോലീസുകാർ പിടിച്ചു. യൂണിഫോമിൽ ഡ്രസ്സിലാണ് ഇറങ്ങിപ്പോയി. എറണാകുളത്ത് നിന്ന് വാളയാർ വരെ. വാളയാർ എന്ന് വെച്ചാൽ ലോറിയുടെ ബാക്കിൽ കിടന്ന് ഉറങ്ങി, മേളിൽ കയറി കിടന്നു. യൂണിഫോം എന്ന് വെച്ചാൽ ടർപ്പില്ലേ വിരിച്ചാൽ ടർപ്പ എന്റെ യൂണിഫോം ഷർട്ടിന്റെ നിറവാ. ഞാൻ മേളിൽ കിടക്കണം, എന്റെ ആരും കണ്ടില്ല. ഞാൻ പോയി ഇറങ്ങി. അവര് ചെക്കിങ്ങിന് ഇടയ്ക്ക് തന്നെ പോയി. പാവച്ചേട്ടൻ ഒരുപാട് തെറ്റിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ക്ഷമിക്കുവാട്ടാ, അന്ന് തന്നെ പിടിച്ച ലോറിയുടെ മേളിൽ നിന്നാ പുള്ളിക്ക് കിട്ടി 2 കുട്ടികള്. കൊച്ചിനെ കടത്തുവന്നു. ഇത്ര തലക്ക് പിടിച്ച 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ചെറിയ പ്രായം തൊട്ട് എന്റെ ഒക്കെ ഓർമ്മയിൽ ഞാൻ പറയാം. എനിക്ക് ചെറിയ പ്രായം തൊട്ട് എന്റെ ഫസ്റ്റ് ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന സൈക്കിൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഡബിൾ വീലില്ല സൈക്കിളില് ബാലൻസില്. അതിനായിട്ട് ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓർമ്മ എറണാകുളം ഫോർട്ട് വെച്ച് പിടിച്ചെന്നെ ചോറ്റാനിക്ക് ശേഷം. അത് അവിടുത്തെ പോലീസുകാർ പിടിച്ച് ചോറ്റാനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 2 വീലുള്ള സൈക്കിൾ. എന്നെ ഫസ്റ്റ് പിടിച്ചിട്ട് എന്നെ തല്ലുന്ന ടീച്ചർ അമ്പിയ ടീച്ചറാ. എന്നോട് എന്റെ അമ്പിയ ടീച്ചർ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി പോയോ? സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡയറക്റ്റ്. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ബാക്കിൽ ഭിത്തിയിൽ ചാടിയിട്ട് വീട്ടിൽ പോയി സൈക്കിൾ തന്നിട്ട്. എന്നെ ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ ക്ലാസ്സിലേക്ക് കയറ്റുമ്പോ ടീച്ചർമാരോട് ഫ്രണ്ടിൽ നിൽക്കും, കൈ കൊണ്ട് കയറ്റണം, അല്ലെങ്കിൽ ആ വിട്ടുപോയി പിന്നെ മിസ്സിങ്. ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയ ഞാൻ ഗോൾ അടിക്കും. അപ്പൊ 2ാം ക്ലാസ്സിൽ ആദ്യം പോയത് ഫോർട്ട് കൊച്ചി ഫസ്റ്റ് യാത്ര ഉണ്ട്. അത് ഫോർട്ട് കൊച്ചി എന്നൊക്കെ അറിയില്ലായിരുന്നു. ഞാൻ സൈക്കിളെ ഒട്ടി അങ്ങനെ പോയതാ. ഞാനപ്പോ പാലമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഉണ്ടായി. ഇരുമ്പ് പാലമൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. തോപ്പുംപടിയിലെ ആ പാലമൊക്കെ കിടന്ന് പോയി റൈറ്റ് തിരിയുമ്പോഴാണ് എന്റെ അടുത്ത് ഒരു പോലീസുകാരൻ ചോദിക്കണേ എങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട് ആ പാലത്തിന്റെ അപ്പുറം പറഞ്ഞു. അപ്പൊ എന്റെ ഭാഷയ്ക്കൊക്കെ ഭയങ്കര വ്യത്യാസം കാര്യങ്ങളൊക്കെ. എന്നോട് വെച്ചാൽ നീ ഇവിടെ ഉള്ളവനല്ലല്ലോ, നിന്റെ ഭാഷ ഇതൊന്നും അല്ലല്ലോ എന്നൊക്കെ. ലാംഗ്വേജ് ടൂണിങ് ടൂണിങ് വരുമല്ലോ. അപ്പൊ എന്നോട് ഞാൻ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞാൽ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് ഏതൊക്കെ വീട് കാണിച്ചു കൊടുത്ത് അവിടെ ചെന്നിട്ട് എല്ലാവരും ചോദിച്ചു നിങ്ങളുടെ മോനാണോ എന്ന്. അല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഒരു വടി എടുത്തടിച്ച് തുടക്കടിച്ചു. അപ്പൊ ഞാൻ കരയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട് ചോറ്റാനിക്കരയിലായിരുന്നു. എന്റെ വീട് എനിക്ക് എവിടെ നിന്ന് കൃത്യമായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വീട് അച്ഛൻ അമ്മ എല്ലാവരും പേര് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാ. അങ്ങനെ പോലീസ് വിളിച്ചു ചോറ്റാനിക്കരാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇവര് അവരുടെ കൺട്രോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടെ നിന്ന് ജീപ്പ് വന്നു തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ നിന്ന് നേരെ ചോറ്റാനിക്കര സ്റ്റേഷനിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് അംബിക ടീച്ചർ അടിക്കുന്നത്. അന്ന് അങ്ങനെയാണ് അംബിക ടീച്ചർ എന്നെ ക്ലാസ്സിലേക്ക് കയറ്റണം. അംബിക ടീച്ചറിന്റെ കയ്യിലൊക്കെ എന്നെ കൊണ്ട് കൊടുത്തത്. എന്നെ കൊടുത്ത് എന്റെ സ്കൂളിലേക്ക് കൊണ്ട് ഇരുത്തിയെന്ന് ടീച്ചറിന് അറിയാം. പിന്നെ അല്ല എന്നെ കാണാത്തത്. പിന്നെ വൈകുന്നേരം 8 മണി 9 മണിയൊക്കെയാണ് ഞാൻ സ്റ്റേഷനിൽ എത്തണേ. വീട്ടിലേക്ക് കയറണേ അടിച്ചോണ്ടേ കയറ്റിയ വീട്ടില്. അച്ഛൻ എന്താ ടൈമില് തല്ലിക്കൊണ്ട് കയറ്റി ഫസ്റ്റ് യാത്ര ചെയ്തത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ലാസ്റ്റ് അവസാനം ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് യാത്ര അടിക്കണേ 7ാം ക്ലാസ്സിലെന്ന് വെച്ചിട്ടോ. 7ാം ക്ലാസ്സിൽ വെച്ച് പിടിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ എങ്ങോട്ട് പോണേന്നല്ല, എനിക്ക് എങ്ങനെയെങ്കിലും മഞ്ഞ് കാണണം, എനിക്ക് കേരളം വിടണം. അത് എങ്ങോട്ട് പോണോന്ന് എനിക്കറിയില്ല. അതല്ലാണ്ടാണ് ഈ തെണ്ടിത്തിരിഞ്ഞ് നടന്നത്. ലാസ്റ്റ് പിന്നെയാണ് എന്റെ വിജയകരമായിട്ട് യാത്ര 10ാം ക്ലാസ്സിൽ പിടിക്കുന്നത്. വാളയാർ പിടിച്ചത് പിന്നെ അവര് സ്റ്റേഷനിൽ പിടിച്ച് തിരിച്ചു വിടും. അപ്പം ഇങ്ങോട്ടേക്ക് എങ്ങനെ വരും? പോലീസുകാർ വരും, നമ്മുടെ കൂടെ പോലീസുകാർ വരും. 17 വയസ്സ് മൈനർ ആത്തൊരു കൊച്ചിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവര് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു പോലീസുകാരും കൂടെ ഉണ്ടാവണം. അവര് ബസ്സിന് കൊണ്ടുപോയിട്ടു. ഇപ്പൊ വാളയാറിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആള് വല്ലതും പറഞ്ഞോ? എന്നോട് അന്ന് ആ സാറ് പറഞ്ഞൊരു ഉപദേശമുണ്ട്. കാരണം എന്ന് പറഞ്ഞത് ഒരു ലൈഫ് ഉണ്ട്, ഒരു ടൈം ഉണ്ട് എല്ലാ മനുഷ്യർക്കും. അന്ന് നീ 10 പൈസയൊക്കെ ആയിട്ട് നീ ഇറങ്ങുന്ന ഒരു സമയം വരും. അന്ന് ആ ഒരു യാത്രയ്ക്കാണ് വാല്യൂ ഉള്ളത് എന്നാ സാറെന്ന് പറഞ്ഞു. സാറിന് എന്റെ വീഡിയോ കാണുവാണെങ്കിൽ സാറിൻ്റെ അടുത്ത് പറയാനുള്ളത് ആ ഒരു യാത്രയ്ക്ക് ഒരു വാല്യൂ ഇല്ല സാറേ. 10 പൈസ കയ്യിൽ വെച്ച് യാത്ര ചെയ്യുന്നൊരു വാല്യൂ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കയ്യിൽ വന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വഴിയുണ്ട്. പൈസ കയ്യിലുണ്ടല്ലോ, ഫുഡ് കഴിക്കാൻ വഴിയുണ്ട്. നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാനല്ലോ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇവിടെ കിടക്കാൻ തല ജയിക്കാൻ നമ്മൾ റൂം എടുക്കുന്നുണ്ട്. നമുക്ക് ഫാൻ ഉണ്ട്, ചൂടില്ല.
ശരിയല്ലേ? നമ്മൾ ആരോടെ സഹായം തേടുന്നില്ല, നമ്മൾ എത്താൻ വാഹനമുണ്ട്, നമ്മൾ ആരെ കാല് പിടിക്കുന്നില്ല, എത്താൻ സ്ഥലമുണ്ട്, നമ്മൾ ആരെ നോക്കുന്നില്ല. ഇതാണ് പൈസ ഉള്ളവന്റെ കാര്യം. പൈസ ഇല്ലെങ്കിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയോ? ഒരു നേരത്തുള്ള ആഹാരത്തിന് നമ്മൾ വഴി തേടാൻ തുടങ്ങും. ഒരു നേരത്തിനുള്ള ആഹാരത്തിന്റെ വില മനസ്സിലാക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ തള്ളമാരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും പ്ലേറ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അന്ന് വില പിടിക്കുക ചോറിന്റെ. ഒരു നേരത്തെ വെള്ളത്തിന്റെ വില പിടിക്കാൻ തുടങ്ങും. ഒരു നേരത്തെ കിടക്കാൻ സ്ഥലം തേടാൻ തുടങ്ങും. അതാണ് യാത്ര എന്ന് പറയണേ. അല്ലാണ്ട് നമ്മളൊരു യാത്രയെ തുടങ്ങുമ്പോൾ കുറെ പൈസയും കൊണ്ട് പറന്ന് ചെന്ന് എത്തുന്നതല്ല യാത്ര. ഈ ആലപ്പുഴയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നു, പിന്നെ ഏതായിരുന്നു ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞത്? എനിക്ക് 10ാം ക്ലാസ്സിലെ യാത്ര ഏറ്റവും വലിയ എക്സ്പീരിയൻസ് യാത്ര. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് യാത്ര. 15 വയസ്സ് 16ാമത്തെ വയസ്സ് എൻ്റെ ഫസ്റ്റ് യാത്ര. ഈ കല്യാണം കഴിഞ്ഞ് ഉള്ള ആ സമയമായിരുന്നല്ലേ 15-16. +1 ഞാൻ പഠിച്ച് കയറി. +1 ഹാജറി കൊടുത്തു. പക്ഷെ കൂട്ടുകാരുടെ വാക്കുകൾ ഭയങ്കര വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂട്ടുകാരന്റെ വാക്ക് കേട്ടുകൊണ്ട് എനിക്ക് DC എൻ്റെ കയ്യിൽ തന്നെ വന്നു. DC എൻ്റെ കയ്യിൽ തന്നെ വന്നു. TC എന്റെ കൂട്ടുകാരന്റെ ഒരു വാക്ക് കേട്ടുകൊണ്ട് TC എഴുതി എനിക്ക് അന്ന് തന്നെ കയ്യിൽ തന്നു. പിന്നെ എനിക്ക് പഠിക്കാൻ എക്സ്പീരിയൻസ് ഒരു സുഖം ഉണ്ടല്ലോ. അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്ക് യാത്ര ചെയ്യണമെന്ന്. അത് മനസ്സിലായി, എന്തിനാ എഴുതി തന്നേന്ന് മനസ്സിലായില്ല. അത് കൂട്ടുകാരന്മാരുടെ കൂടെ നിൽക്കണോണ്ട് ചില മനുഷ്യർക്ക് കിട്ടും. കൂട്ടുകാരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില മനുഷ്യർക്ക് ഗിഫ്റ്റ് കിട്ടും. പക്ഷെ അവരവിടെ സുഖമായിട്ട് പഠിക്കും, നമ്മൾ പഠിക്കില്ല. +1 ചേരാൻ. പിന്നെ എനിക്ക് അന്നത്തോടെ പഠിത്തം മനസ്സിലുകൊണ്ട് വെറുത്തു. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതാണ് എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് യാത്ര. ഒരുപാട്. അപ്പൊ അതാണ് ചേച്ചിയുടെ കല്യാണ തലേന്ന് ഞാൻ തെറിച്ചത്. അപ്പൊ അമ്മയ്ക്ക് അറിയാം എന്നാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോ വരും. അമ്മച്ച അതന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, കൺഫേം ആണ്. പക്ഷെ അമ്മച്ച ഒരിക്കലും വിചാരിച്ചു കാണില്ലായിരിക്കും 2 വർഷം എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴാണോ വീഡിയോ ഇടുന്നത്? അതിന് മുന്നേ അതിന് ആ യാത്രയ്ക്ക് ശരിക്കും ഞാൻ ഒരു സ്ഥലത്ത് വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ എന്റെ വീഡിയോ എടുത്ത കുറെ പേരുണ്ട്. ഞാൻ അങ്ങനെ വന്നെന്നുള്ള രീതിയിൽ കുറെ പേര് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫസ്റ്റ് യാത്ര എന്ന് വെച്ചാൽ ഒരുപാട് അടി കൊണ്ടാ യാത്ര ചെയ്ത്. അതെങ്ങനെയാണ് ഇവിടെ ഗുജറാത്തിൽ വെച്ച് ഫസ്റ്റ് യാത്ര എനിക്ക് കണ്ണിന് അടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു അടി കിട്ടി, താടിക്കൊക്കെ സ്റ്റിച്ച് ഉണ്ട്. പൈസ ചോദിച്ചപ്പോ കൊടുത്തില്ല. എൻ്റെ അടുത്ത് ഒരാളെ വന്നുള്ളൂ. അവൻ എന്റെ മോന്ത കടിച്ചപ്പോ ഞാൻ തിരിച്ചും കൊടുത്ത അടി. പക്ഷെ ഞാൻ കൊടുക്കാന്നത് കല്ലിനടിച്ച്, ടൗലില് കല്ലിട്ട് അടിച്ച്. അവനെ ഞാൻ അടിച്ചത്. അവനെന്നെ കൈക്കടിച്ച്, ഞാൻ ടൗലില് കല്ലിട്ടിട്ട് ഞാൻ അടിച്ചു. പക്ഷെ അവന്റെ താടിയെല്ലും ഊരി പോന്ന്. ഞാൻ നോക്കിയപ്പോ അവന്റെ താടിയിൽ മാത്രം കിടന്ന് ഒച്ച വന്നുണ്ട്. പക്ഷെ താടിയിൽ ലൂസായി. ഞാൻ തൊട്ട് കഴിയുമ്പോ താടിയിൽ മാത്രം ലൂസായി. അവൻ നിലത്ത് കിടക്കുന്നു, താടിയിൽ മാത്രം ലൂസായി പോകുന്നു. തൊട്ടപ്പോ ഇങ്ങനെ എടുത്ത് വെച്ച് പക്ഷെ ഇരിക്കുന്നില്ല, താടിങ്ങ പോകുന്നു. അവൻ കിടന്ന് അലറിയപ്പോ തൊട്ട് ബാക്കിൽ ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ ചരിച്ച് കെട്ടി ഇവർ താമസിക്കണേ. അവിടെ നിങ്ങൾ ഇറങ്ങി വന്നു കുറച്ച് ചേച്ചിക്കാര്. അരെ പയ്യ ഇത്ര എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. എന്നെ നിങ്ങൾ പറയണ്ട. പിന്നെ അവിടെ നിന്ന് കുശാലായിരുന്നു എനിക്ക്. എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ നല്ല രീതിയിൽ ഉപദ്രവിച്ചു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ കണ്ണുറക്കുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് കണ്ണുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. പോലീസുകാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു, 2 മലയാളീസ് ഉണ്ടായിരുന്നു. അവരെ അവരാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവര് പറയുന്ന വെച്ചാൽ അവർക്ക് തന്നെ തുണിയൊന്നും ഇല്ലാണ്ട് റോട്ടിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. ചോരയെ കുളിച്ച ഒരു അവസ്ഥയിൽ റോട്ടിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അവരാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. അന്ന് അവരുടെ മുഖം ഇന്ന് ഇനിയാണ് മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരും പേരൊന്നും ഓർമ്മയില്ല, ചോദിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു ഇത് റെഡി ആയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോകണം എന്ന് മാത്രമേ അവർ എന്നോട് പറഞ്ഞുള്ളൂ. അതിനുശേഷം ഈ പറയുന്ന പോലെ ഈ ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങിപ്പോയല്ലോ ചേച്ചിയുടെ കല്യാണത്തിലേന്ന്, നേരെ അങ്ങോട്ട് നടന്നു തന്നെയാണോ? അല്ല, ഞാൻ ഒരു നോർമൽ സൈക്കിൾ കൊണ്ട് യാത്ര ചെയ്ത്. സൈക്കിളിലാണ് സൈക്കിൾ ഫസ്റ്റ് യാത്രന്റെ നോർമൽ സൈക്കിള്. ഒരു ലോട്ടറി വിറ്റിട്ട് ഒരു സൈക്കിൾ മേടിച്ചിട്ട് അതിന് യാത്ര ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഫസ്റ്റ് യാത്ര. പിന്നെ ഞാൻ അവിടുന്ന് എന്നെ ആശുപത്രിയിൽ നിന്ന് എനിക്ക് ആധാർ കാർഡ് ഇല്ല. എന്റെ ആധാർ കാർഡൊക്കെ ഒരു പിടിച്ചു പറിച്ചു. അപ്പൊ എന്റെ ഇവർക്ക് ട്രെയിൻ കയറ്റി ഇവിടെ നിവൃത്തിയില്ല. ലാസ്റ്റ് ബസ് തന്നെ തീരുമാനിച്ചു. ഏതോ ഒരു ഗുജറാത്തിലെ ഏതൊരു വലിയ സിറ്റിയിലേക്ക് ബസ്, വോൾവോ ബസ് സെറ്റാക്കി എനിക്ക് ഓർക്കണം. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. എനിക്ക് എന്റെ ലക്ഷ്യം കാരണം വെച്ചാൽ എനിക്കറിയുന്നൊരു വഴി മാർഗമല്ല, ലക്ഷ്യമാണ് വലുത്. മാർഗം നമുക്ക് എങ്ങനെയും സെലക്ട് ചെയ്യാം. ലക്ഷ്യമില്ലാണ്ട് സൈക്കിളൊക്കെ അവിടെ എടുത്ത് വെച്ച സ്ഥലം എനിക്ക് എന്റെ മനസ്സിൽ വെച്ചിട്ടാ പോയത്. സൈക്കിള് ആംബുലൻസ് ഷെഡിന്റെ ബാക്കിലോട്ട് ഇരിക്കണ്ടായിരുന്നു. എന്നെ അവിടെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ ഞാൻ എന്റെ സൈക്കിളിലേക്ക് നോക്കി. എനിക്ക് സൈക്കിൾ അവിടെ തന്നെ. ഞാൻ അവിടെ ഇങ്ങനെ ഓരോ ഞാൻ എവിടെ പോയാലും ഒരു അടയാളം വെക്കും. അടയാളം വെക്കാണ്ട് ഒരു ട്രാവലേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. പ്രത്യേകിച്ച് ഞാൻ എവിടെ പോലും ഞാനത് സെറ്റ്. ഞാൻ അവിടെ നിന്ന് ഒരിക്കലും മാറാത്തൊരു സാധനത്തിന്റെ കൈ കിട്ടി. അവിടുത്തെ ഗ്രില്ല, ഒരു ഗേറ്റിന്റെ ഗ്രില്ല് അവിടെ ചാരി വെച്ചിട്ടുണ്ട്, വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഗ്രില്ലിട്ട് ഞാൻ ലക്ഷ്യമിട്ടേ പോയി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് ഹോസ്പിറ്റലിൽ തന്നെ വന്നു. 2 കിലോമീറ്റർ പോയിട്ടുണ്ട് ഓടി വന്നപ്പോ. അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് ആ ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ നിന്നിട്ടാണ് ഞാൻ അവിടെ ചെന്ന് സൈക്കിൾ എടുത്തപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് എന്നെ പോലീസുകാരായിട്ട് എന്നെ ഇറക്കിക്കൊണ്ട് പോയി. അപ്പൊ എല്ലാവരും നോക്കുന്നത്. പിന്നെ ആ നോക്കുള്ളത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ വിട്ടവിടുന്നു സൈക്കിൾ എടുത്ത് പിന്നെ വിടുക. പിന്നെ ഉള്ള യാത്ര എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പൊത്തി വെച്ചേക്കും ഒരു കണ്ണ്. എനിക്കൊരു കണ്ണ് മാത്രമേ ഉള്ളൂ.
എന്നുവെച്ചാൽ ഇവിടെ ഫുള്ള് ഇരുട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇവർ കണ്ടു വെച്ചോ സൈക്കിൾ ഓടിച്ചു രാത്രി എത്ര സ്ഥലത്ത് വീണിട്ടുണ്ടെന്ന് അറിയൂ. രാത്രി സൈക്കിൾ വളയ്ക്കാൻ പറ്റില്ല. നമ്മള് വല്ല വളവിലൊക്കെ ചെല്ലുമ്പോഴേ ഈ ഇപ്പുറത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ നോക്കണം, എനിക്ക് ഈ കണ്ണിപ്പുറത്ത് വന്നാൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് എന്തൊരു വീഴ്ച വീണിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ കണക്കില്ലാണ്ട് വീഴ്ച വീണ് ഒരുപാട് അതിന്റെ ഒരുപാട് പാഠം. അപ്പൊ ആദ്യത്തെ വീഡിയോ സ്വന്തമായിട്ട് ഇടുന്നത് അപ്പൊ എങ്ങനെയാ ഫോൺ വാങ്ങിച്ചതും പിന്നെ ജോലി എടുത്തോ എന്തായിരുന്നു? അപ്പോൾ ആ യാത്ര എന്ന് വെച്ചാൽ ഓരോ ജോലികളാണ്. ഞാൻ പോകുന്ന വഴിക്ക് ഫസ്റ്റ് ജോലിയാണ് ഡൽഹിയിലാണ്. ഞാൻ ചെല്ലുന്ന ഒരു മലയാളിനെ കണ്ടുപിടിച്ചിട്ട് അവര് സംസാരിക്കും, ചേട്ടാ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുവാണ്, എനിക്ക് ചേട്ടൻ്റെ പൈസ ഒന്നും വേണ്ട, എനിക്ക് എവിടെ എന്തെങ്കിലും ഒരു ചേട്ടന് പറ്റുന്ന ജോലി മേടിച്ചാൽ ഒരു മാസം ആകുമ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു, എനിക്ക് ആ ചേട്ടനോട് സംസാരിച്ച് എനിക്ക് പൈസ കിട്ടിയാൽ മതി. എനിക്ക് അതേപോലെ 9,000 10,000 ഒന്നും വേണ്ട, എനിക്ക് ഒരു മാസത്തെ ജോലി ഇപ്പോൾ 1,000 രൂപയും മതി, എനിക്ക് യാത്ര ചെയ്യണം. അങ്ങനെ പറഞ്ഞ ഓരോരുത്തർ ജോലി ചോദിച്ചാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം പഞ്ചാബിൽ എത്തിയപ്പോഴാണ് കോവിഡ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാൻ അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് അവരുടെ കൂടെ തന്നെ നിന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. എന്നുവെച്ചാൽ ജോലിയാണ്, എന്നുവെച്ചാൽ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. നമുക്ക് യാത്രയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഫുഡാണ്. ആ ഫുഡിനുള്ള വരുമാനം നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. അപ്പൊ അത് ആ ഫസ്റ്റ് യാത്രയിൽ ഞാൻ നോക്കിയപ്പോൾ ഓക്കെയാണ്. രണ്ടാമത്തെ യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഗുരുദ്വാര ഉണ്ടത്. പിന്നെ ഞാൻ ജോലി ഒഴിവാക്കി. എനിക്ക് ജോലി വേണ്ട, എനിക്ക് പൈസ വേണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് യാത്രയിൽ പൈസ അല്ല മെയിൻ, മൈൻഡാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഓരോ അമ്പലങ്ങളിൽ കയറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ ഗുരുദ്വാരയിൽ ഓരോരോ ജോലികൾ ചെയ്യും. അവിടെ ഉള്ളെങ്കിൽ ചെറിയ ചെറിയ പൈസകൾ വരും, 10-50 രൂപ തരും, ചിലർ 100 രൂപ തരും. അവരുടെ പ്ലേറ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങും. അവർ ഭക്ഷണം കഴിച്ച് തന്നെ പ്ലേറ്റ് ഞാൻ കഴിക്കൊണ്ടിരിക്കും. ചിലർക്ക് പൈസ തന്നിട്ടു, ചിലരൊന്നും മൈൻഡില്ല. എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് അത് ചെയ്താൽ മതി. ആ ജോലി ഇവിടെ ചെയ്യണം, അതേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ല ഈ പറഞ്ഞ ആദ്യത്തെ പ്രാവശ്യത്തെ ട്രിപ്പ് പോയില്ലേ, അന്ന് ഈ പറഞ്ഞ പോലെ മഞ്ഞ് കണ്ടോ പോയിട്ട്? കൺഫേം ആയിട്ട്. അപ്പൊ ഈ വീഡിയോ ഇടുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആരോ ഒരാൾ ഇങ്ങനെ നിന്നെ ആദ്യം പരിചയപ്പെടുത്തി. അതെന്ന് വെച്ചാൽ ഞാൻ മഞ്ഞൊക്കെ കണ്ട് തിരിച്ച് കേരളത്തിലെത്തി. ആദ്യത്തെ മഞ്ഞെന്നൊക്കെ പറയാത്തില്ലേ, ഞാൻ പെട്ടുപോയി. ജനുവരി മാസം എന്നൊക്കെ പറയാം, ലഡാക്കിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാലേ പിന്നെ പറയണ്ട. ആ മനുഷ്യൻ തിരിച്ച് പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ആ മഞ്ഞോളൊന്നും കുഴയണം. ലഡാക്ക് എന്നൊക്കെ പറഞ്ഞ ജനുവരി മാസം എന്നൊക്കെ പറയാത്ത കിട്ടാത്തല്ലേ, നമ്മുടെ തലമേണ് വേണം മഞ്ഞായിരിക്കും. ഞാൻ അവിടെ പെട്ടുപോയി. ഒരു ഹോസ്റ്റലാണ്, ആമ്പിള്ളേർ ഹോസ്റ്റൽ. അവിടെ ജോലിക്ക് നിന്ന് അവിടെ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്റ്റൽ ആണായിട്ട്. വേറെ ആരുമില്ല. ആ ഹോസ്റ്റലിന്റെ താക്കോല് വരെ എന്റെ കയ്യിൽ തന്നിട്ട് പോയി. എന്നുവെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഫുഡ് എല്ലാ സാധനവും എല്ലാം ഉണ്ടാക്കി കഴിക്കുക. പക്ഷെ ആ ടൈമിൽ എനിക്ക് ഉണ്ടാക്കാൻ പോലും അറിയില്ല. എല്ലാം വെച്ചാൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല ഇട്ട ഒരു അവസ്ഥയിൽ എനിക്ക് ആ ഫ്ലാറ്റ് എനിക്ക് എന്റെ തന്നു. ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ ഇങ്ങനെ ആരോ ഇട്ടെന്ന് പറഞ്ഞ വീഡിയോ അതാരായിരുന്നു? സേതു ചേട്ടൻ. പുള്ളി ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ടൊക്കെ. ദൈവം, എന്റെ ദൈവം എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഭൂമിയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ഭൂമിയിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് സേതു ചേട്ടൻ. സേതു മോഹൻ തമ്പി എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളി ഇന്നും മനസ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പുള്ളിയാണ് ആ വീഡിയോയിലെ ഫസ്റ്റ് പറഞ്ഞത്, ചേട്ടാ ഞാൻ വീഡിയോ 23 മാസം പുള്ളിയാണ് ഫസ്റ്റ് ആ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നത്. അവിടെ നിന്നാണ് കത്താൻ തുടങ്ങണത്. പുള്ളിയാണ് അച്ചു ട്രിപ്പൻ എന്നുള്ള പേര് എനിക്ക് ഇട്ട് തരുന്നത്. അതിനുശേഷമാണോ സ്വന്തമായിട്ട് ഫോണൊക്കെ വാങ്ങിക്കുന്നത്? അതിനുശേഷമാണ് എനിക്ക് സ്വന്തമായിട്ട് ഫോണും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. നാട്ടിൽ വന്നതിന് ശേഷം. നാട്ടിൽ വന്ന ശേഷം